കേരളത്തിലെ സർക്കാരിൻ്റെയും CPMൻ്റെയും സഹായത്തോടു കൂടി കേരളത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങളെ ഐക്യ ജനാധിപത്യ മുന്നണി ചെറുത്തു തോൽപ്പിക്കും. അതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ കേരളത്തിലെ വിവിധ സമുദായ നേതാക്കളെ UDF നേതാക്കൾ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഒരു കാരണവശാലും കേരളത്തിൽ മതപരമായ ഒരു ഭിന്നിപ്പ്, ജനങ്ങൾ തമ്മിലുള്ളൊരു ഭിന്നിപ്പ് ഉണ്ടാകാനുള്ള ഒരു ശ്രമത്തെയും ഞങ്ങൾ വെച്ചു പൊറിപ്പിക്കില്ല. അതിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ മതിൽ തന്നെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തീർക്കും. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ലാക്കാക്കിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിക്കുകയും ക്രൈസ്തവരെ കൂട്ടത്തോടെ ആക്രമിക്കുകയും ചെയ്യുന്ന ഇതിന് കൂട്ടുനിൽക്കുന്ന ആളുകൾ, അവിടുത്തെ മണിപ്പൂർ സർക്കാരും കേന്ദ്ര സർക്കാരും ഈ അക്രമകാരികൾക്ക് സകല സംരക്ഷണവും കൊടുക്കുകയാണ്. ഈ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല. അവരുടെ വക്താക്കളാണ് ഇവിടെ ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി ആട്ടിൻ തോലിട്ട ചെന്നായികളെ പോലെ വലിയ തോതിലുള്ള മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയും. ഫാദർ സ്റ്റാൻസാമിയെ ജയിലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നവർ, ലോകം മുഴുവൻ ആരാധിക്കുന്ന മദർ തെരേസയുടെ ഭാരതരത്നം തിരിച്ചു വാങ്ങിക്കണം എന്നാവശ്യപ്പെട്ട, മടക്കി വാങ്ങണം എന്നാവശ്യപ്പെട്ട സംഘപരിവാർ നേതാക്കളാണ് ഇപ്പോൾ ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി ഈ പറയുന്ന ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം വിളമ്പുന്നത്. ഈ വിഷയം അവ്യക്തമായി നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കുന്നതിലൂടെ സർക്കാരും CPMഉം ഇതിന് മുഴുവൻ പ്രോത്സാഹനവും നൽകുകയാണ്. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന ഈ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം വിളമ്പാൻ ശ്രമിക്കുന്നവർക്കെതിരായി ഒരു കേസ് പോലും എടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. വ്യാപകമായ പ്രചരണങ്ങൾ ഈ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരെ അവർക്കെതിരായി കേസെടുക്കാനോ അവർക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതുപോലെ BJP വിട്ട് BJPയുടെ മുഖവും ശബ്ദവുമായിരുന്ന ഒരാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നപ്പോൾ BJPക്കാർക്കുണ്ടായതിനേക്കാൾ അസ്വസ്ഥത കേരളത്തിലെ CPM നേതാക്കളാണ്. മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര അസ്വസ്ഥത? ഒരു BJP നേതാവ് കോൺഗ്രസിൽ ചേർന്നെങ്കിൽ, കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും BJPയിലേക്ക് ചേർന്നാൽ അതിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും കോൺഗ്രസിനെ പരിഹസിക്കുകയും ചെയ്യുമായിരുന്ന ആളുകൾ BJPയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചപ്പോൾ എന്തിനാണ് CPM നേതാക്കൾ അസ്വസ്ഥരാകുന്നത്? അയാൾ സത്യസന്ധനാണ്, മികച്ചവനാണ്, മിടുക്കനാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ ഞങ്ങൾ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി വരെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ ജോയിൻ ചെയ്തില്ല, അതുകൊണ്ട് ഇയാൾ വലിയ കുഴപ്പമാണെന്നാണ് പറയുന്നത്. ഈ മന്ത്രി MP രാജേഷിൻ്റെയൊക്കെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയല്ലേ? 3 ദിവസം മുമ്പല്ലേ പറഞ്ഞത് അയാൾ ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സന്ദീപ് വാര്യർ വന്നാൽ സന്ദീപ് വാര്യരെ ഇരുകൈകളും നീട്ടി പാർട്ടിയിലേക്ക് സ്വീകരിക്കും എന്ന് പറഞ്ഞ MP രാജേഷ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നപ്പോൾ പറഞ്ഞത് വർഗീയതയുടെ കാളിയനാണെന്നാണ്. അപ്പോൾ CPMൽ ചേർന്നിരുന്നെങ്കിലോ? CPMൽ ചേരാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇങ്ങനെ ഈ മന്ത്രിമാരെല്ലാം ഇങ്ങനെ ഇത്രമാത്രം ഈ ഇഷ്ടിക ബുദ്ധിജീവികളായി അഭിനയിച്ച് ആളുകളുടെ മുന്നിൽ കാപട്യത്തിൻ്റെ വക്താക്കളായി മാറുകയാണ്. നിന്ന നിൽപ്പിലാണ് അഭിപ്രായം മാറുന്നത്. നിന്ന നിൽപ്പിൽ നേരം ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പേ അഭിപ്രായം മാറ്റി പറയുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ കാര്യം പറയുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഒരു സംഘപരിവാറുകാരനും ഒരു BJPക്കാരനും വേറൊരു പാർട്ടിയിലേക്ക് പോകരുത്, അവരവിടെ തന്നെ നിൽക്കണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ CPM നേതാക്കന്മാരെ, CPMൻ്റെ പ്രവർത്തകരെ കൊല ചെയ്യാൻ നേതൃത്വം RSSൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുപോയ RSS നേതാവിനെ ഈ പിണറായി വിജയൻ മാലയിട്ട് കണ്ണൂരിൽ സ്വീകരിച്ചല്ലോ. അപ്പോൾ എവിടെ പോയി ഇദ്ദേഹത്തിൻ്റെ ഈ ബാബറി മസ്ജിദിൻ്റെ രാഷ്ട്രീയവും ഈ മതേതര രാഷ്ട്രീയവും? കണ്ണൂരിൽ RSS CPM നേതാക്കന്മാരെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത, കൊല്ലാൻ നേതൃത്വം, ഒരു കാലത്ത് CPM RSS സംഘർഷമുണ്ടായിരുന്ന കാലത്ത്
ഒരു വശത്ത് നിന്ന് RSSന് നേതൃത്വം കൊടുത്ത ഒരു നേതാവിനെ CPMലേക്ക് മാലയിട്ട് സ്വീകരിച്ചല്ലോ. അന്ന് എവിടെ പോയി ഇദ്ദേഹത്തിൻ്റെ ആദർശം? പറയുമ്പോൾ ഒന്ന് ഓർത്ത് പറഞ്ഞാൽ നന്നായിരിക്കും, ഇല്ലെങ്കിൽ ഈ സ്വന്തം ബുദ്ധിമുട്ട് പുറത്താവും. ഇപ്പോൾ BJP വിട്ട് കോൺഗ്രസിൽ ഒരാൾ ചേർന്നാൽ CPMന് സഹിക്കൂല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയും ആളുകൾ വരും. വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട്, ഈ ദുർഭരണത്തിൻ്റെ രാഷ്ട്രീയം വിട്ട്, ഈ ജീർണതയുടെ രാഷ്ട്രീയം വിട്ട് ഒരുപാട് പേര് വരും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത്, ചേവായൂരിൽ ഇന്നലെ നടന്നത് സഹകരണ ജനാധിപത്യത്തിൻ്റെ കൊലപാതകമാണ്. അതിന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും കൂട്ടുനിന്നു. 5000-ഓളം ആളുകളെയാണ് വോട്ട് ചെയ്യാൻ വന്നവരെ ആട്ടിയോടിച്ചത്. 3000-ഓളം പേർ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി CPM ജില്ലയിൽ നിന്നുള്ള മുഴുവൻ ക്രിമിനലുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് പോലീസിൻ്റെ സഹായത്തോടു കൂടി വോട്ട് ചെയ്യാൻ വന്ന 5000-ഓളം ആളുകളെ ആട്ടിപ്പായിച്ചു. ക്രൂരമായ മർദ്ദനമാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകരും വോട്ട് ചെയ്യാൻ വന്ന സാധാരണക്കാരും ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരു ബാങ്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഒരു കാലത്തും ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോകുന്ന കാലത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ സംരക്ഷിക്കണം എന്ന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പാണ് ഞങ്ങളുടെ നേതൃത്വത്തിലുള്ളൊരു സംഘത്തെ പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ ഗുണ്ടകളെ ഉപയോഗിച്ചും പിടിച്ചെടുക്കാൻ, ക്രൂരമായ മർദ്ദനം അയച്ചുവിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, സഹകരണ രംഗത്ത് ഈ സർക്കാരിനുള്ള മുഴുവൻ പിന്തുണയും ഞങ്ങൾ പിൻവലിക്കുന്നു. ഒരു കാര്യത്തിലും ഇനി സർക്കാരുമായി യോജിച്ച് സഹകരണ രംഗത്ത് ഞങ്ങൾ പ്രവർത്തിക്കില്ല. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ബാങ്കുകളിൽ ഞങ്ങളുടെ അനുഭാവികളായ ആളുകളുടെ നിക്ഷേപങ്ങൾ തുടരണോ എന്നുകൂടി ഞങ്ങൾ ഗൗരവതരമായി ആലോചിക്കും. ഇപ്പം തന്നെ പത്തനംതിട്ടയിൽ 18 മുതൽ 21 ബാങ്കുകൾ വരെയാണ് CPM പിടിച്ചെടുത്തത്. ആ ബാങ്കുകളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാൽ അറിയാം. വലിയ സാമ്പത്തികമായ പ്രയാസങ്ങളിലേക്ക് ആ ബാങ്കുകൾ കൂപ്പുകുത്തുകയാണ്. അപ്പോൾ സഹകരണ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് വലിയ വായിൽ നിലവിളിക്കുകയും ഗുണ്ടകളെയും ക്രിമിനലുകളെയും പോലീസിനെയും ഉപയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പുകയും ചെയ്യാം. ഞങ്ങളിതിനെ നിയമപരമായും ഞങ്ങളിതിനെ രാഷ്ട്രീയമായും നേരിടും. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ബാങ്കുകൾ മുന്നോട്ട് പോകണമോ എന്ന്, അവിടെ നിക്ഷേപം തുടരണമോ എന്ന് ഞങ്ങളുടെ അനുഭാവികൾക്ക് നിർദ്ദേശം കൊടുക്കണോ എന്നുള്ള കാര്യം പോലും ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി ആലോചിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, സന്ദീപ് വാര്യറിലെ CPMലേക്ക് മുഴുവൻ നേതാക്കളും സ്വാഗതം ചെയ്തു. സന്ദീപ് വാര്യർ CPM ചേർന്ന ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ബാബറി മസ്ജിദൊന്നും കുഴപ്പമില്ല ഇല്ലേ? എല്ലാ നേതാക്കന്മാരും ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ് പറഞ്ഞത്. സന്ദീപ് വാര്യറിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് ഒരാളല്ല, മന്ത്രി, മുൻമന്ത്രി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, എല്ലാവരും. ആ ആൾ അങ്ങോട്ട് പോയില്ല, കോൺഗ്രസിൽ ചേർന്നു. അപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ബാബറി മസ്ജിദ് ഉണ്ടായത്? CPM ചേർന്നിരുന്നെങ്കിലോ? CPMലേക്ക് സ്വാഗതം ചെയ്തില്ലേ? ഇതാണ് നാണം കെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. നാണം കെട്ട രാഷ്ട്രീയം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വിടുവായിത്തങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ് നേരം ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാറ്റി പറയുക. ഇത് രണ്ടും ആളുകൾ കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ പരിഹാസ്യരാവുകയാണ്. ഈ മുഖ്യമന്ത്രി ഇന്ന് അത് പറഞ്ഞതോടുകൂടി അദ്ദേഹം പരിഹാസ്യനായി ജനങ്ങളുടെ മുമ്പിൽ. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആ മനോരമ ചാനലിലാണ് ആ വിഷയം വന്നു എന്ന് പറയുന്നത്. ആ മനോരമ ചാനലിൽ ആ സമയത്ത് ആങ്കറായിരുന്ന ശ്രീ അയ്യപ്പദാസ് ഇന്നലെ തന്നെ ക്ലിയറായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, അത് സ്വരാജ് പറഞ്ഞതാണ്. സ്വരാജ് പറഞ്ഞ ഒരു കാര്യം സന്ദീപ് വാര്യർ പറഞ്ഞതാണ്. അത് മാത്രം കട്ട് ചെയ്ത് CPM പ്രചരിപ്പിച്ചതാണ് എന്ന് മനോരമ ന്യൂസിലെ ആങ്കർ, ഈ സംഭവം നടന്ന ദിവസത്തെ ആങ്കർ അയ്യപ്പദാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞല്ലോ, വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് ഞാൻ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഇത്രയും നാൾ നിന്നപ്പോൾ, ഒരു പാർട്ടിയിൽ നിന്നപ്പോൾ ആ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ നയങ്ങൾ കാർക്കശ്യം നിറഞ്ഞ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്.
ഇപ്പോൾ എനിക്കത് ശരിയല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളിതൊന്നും ഈ ചോദ്യം പത്മജ വേണുഗോപാലോടും അനിൽ ആൻ്റണിയോടും ചോദിച്ചില്ലല്ലോ. കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് അവർ BJP രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ നിങ്ങളെല്ലാം അതിനെ ഭയങ്കരമായി പുകഴ്ത്തുകയും ആദരിക്കുകയും വലിയ സംഭവമല്ലേ ചെയ്തത്. ഈ ചോദ്യം അന്ന് അങ്ങോട്ട് ചോദിക്കായിരുന്നല്ലോ. ഒരുപാട് നേട്ടങ്ങൾ വാങ്ങിച്ച ആളുകൾ ഇവരൊന്നും എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതല്ലല്ലോ. മറ്റേ LDFൻ്റെ സ്ഥാനാർത്ഥി അപ്പുറത്തോട്ട് പോയതുപോലെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല, BJPയിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. പിറ്റേ ദിവസം EP ജയരാജൻ പറയുന്നത് പോലെ അവസരവാദിയായി ഇരുണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് സീറ്റിന് വേണ്ടി അപ്പുറത്തേക്ക് മറികടം ചാടിയ ആളല്ല സന്ദീപ് വാര്യർ. അൺകണ്ടീഷണലായി ഒരു ഉപാധികളും ഇല്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വന്നു. അവിടെ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ രാഷ്ട്രീയം ഇനിയില്ല, ഇനി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ്, അതാണ് നല്ലത് എന്ന് തീരുമാനിച്ച ഒരാൾ വരുന്നു. അതെന്താ തെറ്റ്? അത് നിങ്ങളിത് അയാൾ CPMലേക്ക് പോയിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ. അത് എല്ലാ കാര്യങ്ങളും നമുക്കങ്ങനെ വെളിപ്പെടുത്താൻ പറ്റില്ല. എങ്കിലും ഞാൻ ഒന്ന് പറയാം, ഞങ്ങളത് നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമാണ്, സംസാരിച്ചു വെച്ചിരുന്ന കാര്യമാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തത് ഈ സന്ദീപ് വാര്യറിന് CPM നേതാക്കന്മാരുടെ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുകൂടി കിട്ടിയല്ലോ. അപ്പോൾ അതുകൂടി കിട്ടിയപ്പോൾ ആളെ ഞങ്ങൾ കൊണ്ടുവന്നു ഇപ്പുറത്തോട്ട്. തമാശയുടെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് അൺകണ്ടീഷണലാണ് വരവ്. പക്ഷേ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, KPCC പ്രസിഡൻ്റാണ് പറഞ്ഞത്, അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല, മുമ്പിൽ തന്നെ ഉണ്ടാവും. ആലോചിക്കുമെന്ന് ഞാൻ പറയാം. അതിനെക്കുറിച്ച് ആലോചിക്കും. അല്ല, എന്തിനാ ഇങ്ങനെ സർക്കാരിനും വേണ്ടാത്ത സഹകരണ ജനാധിപത്യവും സഹകരണ ബാങ്കും ഞങ്ങൾക്ക് എന്തിനാ? 21 ബാങ്കാണ് പത്തനംതിട്ടയിൽ ഗുണ്ടകളെ വെച്ചുകൊണ്ട് പിടിച്ചെടുത്തത്, പോലീസിനെ വെച്ചുകൊണ്ട് പിടിച്ചെടുത്തത്. ആ ബാങ്കൊക്കെ ഇപ്പോൾ എങ്ങനെ നടക്കണമെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്ക്. തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയൊക്കെ കേരളത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഒന്നായിരുന്നു തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. മുൻ കേന്ദ്രമന്ത്രി വരെ ക്രിമിനലുകളെ ഉപയോഗിച്ച് തള്ളി നീക്കി, MP വരെ തള്ളി നീക്കിയിട്ട് ക്രിമിനലുകൾ വന്ന് വോട്ട് ചെയ്ത് ബാങ്ക് പിടിച്ചെടുത്തത്. അങ്ങനെ പിടിച്ചെടുത്ത ബാങ്ക് അങ്ങനെ അങ്ങ് പോകണ്ടെന്ന് ഞങ്ങൾ കൂടി തീരുമാനിച്ചാലോ? ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് കലാപാഹ്വാനത്തിനല്ല പറഞ്ഞത്, അവരന്ന് വെല്ലുവിളിച്ചിരുന്നു CPM. അപ്പോൾ CPM ഞങ്ങളെ പ്രവർത്തകരെ ഉപദ്രവിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത് KPCC പ്രസിഡന്റ്. അത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അങ്ങനെയല്ലല്ലോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് 35 ദിവസം CAA കുറിച്ച് മാത്രം പ്രസംഗിച്ച പിണറായി വിജയൻ ഇപ്പോൾ CAA എന്നും മിണ്ടുന്നില്ല. അന്ന് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ഇപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടും കിട്ടിയില്ല, ഭൂരിപക്ഷത്തിൻ്റെ വോട്ടും ഒഴുകിപ്പോയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ്. ഇപ്പോൾ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കൽ, സംഘപരിവാറിനെ സുഖിപ്പിക്കൽ, ഇതെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ്. മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് ഭയങ്കര സംഭവമാണ്, ഇടതുമുന്നണിയിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യുന്നു, ഇതേ നാവുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പോൾ പാണക്കാട് തങ്ങൾ മോശക്കാരനായി. കാരണം പാണക്കാട് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് UDF ഇട്ടു പോകുമെന്നും വാർത്ത പ്രചരിപ്പിച്ചു CPM. അപ്പോൾ പാണക്കാട് തങ്ങൾ ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? UDFൽ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDFിലേക്ക് പോകാൻ ഒരു കാരണം പോലും ഇല്ല എന്ന ഉറച്ച നിലപാടെടുത്ത്. അതിൻ്റെ അസ്വസ്ഥതയാണ്. അപ്പോൾ പാണക്കാട് തങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ ഭൂരിപക്ഷത്തെയും അതുപോലെ സംഘപരിവാർ ശക്തികളെയും സന്തോഷിപ്പിക്കാം എന്നാണ്. അതിനല്ലേ ഈ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് PR ഏജൻസിയെ കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിച്ചതും നോർത്ത് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഹിന്ദുവിൽ അഭിമുഖം കൊടുത്ത് കേരളത്തിനെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞതും. അതിനല്ലേ പറഞ്ഞത്? അത് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയം അതാണ്. അത് എപ്പോൾ മാറുന്നു എന്ന് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ
CPM-ൻ്റെയും പിണറായി വിജയൻ്റെയും രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓന്തിൻ്റെ നിറം മാറുന്ന വേഗത്തിൽ നോക്കിയിരുന്നാൽ മതി. നാളെ എന്തായിരിക്കും പറയാൻ പോണെന്ന് അറിയില്ല. മാറി മാറി പ്രീണനമാണ്. കാരണം ആരുമില്ലാത്ത സ്ഥിതിയിലായ പാർട്ടി. ഞാനത് കണ്ടില്ല. എന്നോടൊരാൾ പറഞ്ഞു. എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞത് ഈ പെരുമാൾ ഭരണം തീരാൻ ഇനി 15 നാഴിക മാത്രമേ ഉള്ളെന്നാണ്. പെരുമാൾ എന്ന് വെച്ചാൽ ഭരണാധികാരിയാണ്. അത് പിണറായി വിജയനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, പെരുമാൾ ഭരണം അത് വലിയ ഇലക്ഷൻ നടക്കുമല്ലേ, വലിയ പോരാട്ടം നടക്കുകയല്ലേ, ആ സമയത്തല്ലേ പറയേണ്ടത്. പെരുമാൾ എന്ന് വെച്ചാൽ ഭരണാധികാരിയല്ലേ. നിങ്ങൾ ഇഷ്ടമുള്ള വ്യാഖ്യാനം നിങ്ങൾ കൊടുക്കുക. എനിക്ക് തോന്നിയ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതിലേക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറയുക. അത് നിങ്ങളുടെ വ്യാഖ്യാനിക്കാനുള്ള നിങ്ങളുടെ മിടുക്ക് കഴിവൊക്കെ അനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കുക. എനിക്കറിയില്ല, ഞാനത് പറയേണ്ട, അതൊക്കെ KPCC പ്രസിഡന്റ് മറുപടി പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതിലൊന്നും മറുപടി പറയില്ല. പക്ഷേ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും ആവേശഭരിതരാണ്. നിങ്ങൾക്കറിയാമല്ലോ, ആവേശഭരിതരാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താ ഇത്ര അസ്വസ്ഥത? മാധ്യമങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുവെന്ന്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആരോ, ഒരു വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിപ്പോയ ഒരാൾ കോൺഗ്രസ് വിട്ടു വന്നപ്പോഴും നിങ്ങൾ ഇതുപോലെ കൊടുത്തില്ലേ? 1 മണിക്കൂർ അല്ല ലൈവ് കൊടുത്തു. എൻ്റെ പോലും കൊടുത്തിട്ടില്ല ഇന്നേ വരെ. അതൊക്കെ അങ്ങനെയല്ലേ? അതെനിക്കറിയില്ല. അത് KPCC പ്രസിഡന്റിനോട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ നേരത്തെ, താങ്കളൊരു ചോദ്യം ചോദിച്ചല്ലോ, ഒരു രണ്ടുപേരും ചോദിച്ചു, എങ്ങനെയാണ് കോൺഗ്രസ് ഇത് രഹസ്യമായിട്ട് സൂക്ഷിച്ചത്? ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടി വരും. പുറപ്പുറത്ത് കയറി പറഞ്ഞിട്ടല്ല ചില കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ പുറപ്പുറത്ത് കയറി എന്ന് പ്രഖ്യാപിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ചില കാര്യങ്ങളിൽ രാഷ്ട്രീയമായ തന്ത്രജ്ഞത, അല്ലേ, സ്ട്രാറ്റജിക്കായി പെരുമാറേണ്ടി വരും. രാഷ്ട്രീയമായി ചിലപ്പോൾ കൗശലത്തോടുകൂടി പെരുമാറേണ്ടി വരും, ചിലപ്പോൾ ബുദ്ധിപൂർവമായി പെരുമാറേണ്ടി വരും. അങ്ങനെയല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കേണ്ടത്? അതുപോലെ പ്രവർത്തിച്ചത്രയേ ഉള്ളൂ. എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. നാണം കെട്ട് നിൽക്കുകയാണ്. 41 കോടി 40 ലക്ഷം രൂപ കള്ളപ്പണം കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പോലീസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് ED കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ആ കേസിലെ പ്രതിയാകേണ്ട ആളാണ്. പിണറായി വിജയനെ സ്വാധീനിച്ച് ആ കേസിലെ സാക്ഷിയായി. മഞ്ചേശ്വരം കോഴക്കേസിൽ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. പിണറായി വിജയൻ്റെ കാല് പിടിച്ച് ആ കേസിൽ നിന്ന് വിടുതൽ നേടി നിൽക്കുന്ന ആളാണ്. CPM ബാന്ധവമാണ്. രാവിലെ തൊട്ട് വർഗീയതയുടെ വിഷം മാത്രം വാതുറന്ന തുപ്പുന്ന ഒരാൾക്ക് ഞാനെന്തിനാ മറുപടി പറയണത്? കോൺഗ്രസ് അത്തരം കാര്യങ്ങളിലുള്ള നിലപാട് സമയാസമയങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ നേരം വെളുത്തിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഇതുപോലത്തെ വാതുറന്നാൽ വിഷം മാത്രം പറയുന്ന വർഗീയ വിദ്വേഷം മാത്രം പുറപ്പെടുവിക്കുന്ന ആളുകൾക്ക് മറുപടി പറയാം. നമുക്ക് നേരമില്ല, ഞങ്ങൾക്ക് അതിന് മറുപടി പറയാം. അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താ? ആ പാർട്ടിയിലെ സ്ഥിതി എന്താ? കള്ളപ്പണമാണ്, മുഴുവൻ കള്ളപ്പണമാണ്. ഇതൊക്കെ എവിടെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതി. ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസാണ്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹവാല പണവും കള്ളപ്പണവും ഉൾപ്പെടെയുള്ള ഇടപാടുകളാണ്. ഇവർക്കൊന്നും ഒരു സാമ്പത്തിക നിവൃത്തിയും ഇല്ലാതിരുന്ന ആളുകളെല്ലാം നേരം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പ് സമ്പന്നരായി മാറിയതിൻ്റെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പാർട്ടി ആഫീസുകളിൽ കോടിക്കണക്കിന് രൂപ ഒളിപ്പിച്ചു വച്ചതിൻ്റെ രഹസ്യങ്ങളാണ്. അത് പാർട്ടിക്കാർക്ക് പോലും കൊടുക്കാതെ അത് കൊണ്ടുപോയതിൻ്റെ രഹസ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾ ജയിലിൽ പോകേണ്ട ആളാണ്. ഇവിടെ വന്നിരുന്ന് നമ്മളോട് ചോദ്യം ചോദിക്കണം. ജയിലിൽ പോകേണ്ട ആളല്ലേ? 2021 ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. ഇപ്പോൾ കേന്ദ്രത്തിൽ സ്വാധീനമുള്ളതുകൊണ്ട് ED അന്വേഷിക്കുന്നില്ല. വേറെ വല്ലവർക്കെതിരായിട്ടാണ് ഇതുപോലൊരു അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ED റെയ്ഡും ED അറസ്റ്റും ആയില്ലേ? 41 കോടി 40 ലക്ഷം രൂപ കള്ളപ്പണം ഇയാൾ വാങ്ങിച്ചു എന്ന് കള്ളപ്പണം കൊണ്ടുവന്നയാൾ മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുകയല്ലേ? ജയിലിൽ കിടക്കേണ്ട ആളാണ്. എന്നിട്ട് വന്നിരുന്ന് രാവിലെ ഞങ്ങളോട് ചോദ്യം ചോദിക്കുക.
CPM സഹായമുള്ളതുകൊണ്ടാണ് ജയിലിൽ പോകാതെ പുറത്ത് നിൽക്കുന്നത്. അല്ല, സന്ദീപ് വാര്യറിൻ്റെ വരവുണ്ടാകുന്നതിന് മുമ്പ് തന്നെ 10,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ഐക്യജനാധിപത്യ മുന്നണി BJPയെ തോൽപ്പിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. പിന്നെ CPMൻ്റെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടും BJPയുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടും സന്ദീപ് വാര്യറിൻ്റെ കടന്നുവരവ് എല്ലാം കൊണ്ട് അത് 10,000-ൽ നിന്ന് അതിൻ്റെ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് അവസാന നിമിഷം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കിക്കോ, ജനങ്ങൾ ഇത് മതേതര കേരളമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന, അത് പാലക്കാട് എന്ന് വിളിച്ചു പറയുന്ന ഒരു വലിയ കാഴ്ചയായിരിക്കും 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്.